ഇതിൻ്റെ തുടക്കത്തിൽ നമുക്കിത് അറിയാൻ പറ്റത്തില്ല. വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഒരു ലക്ഷണം പോലും വരുന്നത്. നമ്മുടെ ദേഹത്ത് റാഷസ് വന്നേക്കാം, ഛർദി വരും, തൂറ്റ് വരും. തുടക്കത്തിലൊരു ഇൻക്യുബേഷൻ പീരീഡാണ്. ഇത് എഫക്റ്റഡ് ആയാൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു ചെറിയ പനിയും ചെറിയ റാഷസൊക്കെ വരും. പിന്നീട് ഒരു ലക്ഷണം കാണിച്ചൊന്നും വരത്തില്ല. പിന്നീട് 5-6 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഈ ഒരു ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത്. HIV AIDS 3 സ്റ്റേജസിലാണ്. ഒന്നാമത്തെ അക്യൂട്ട് സ്റ്റേജാണ്. ആ സമയത്ത് പനിയും തലവേദനയും വരണ്ട തൊണ്ടയും പിന്നെ ചെറിയ മസിൽ പെയിനൊക്കെ ഉണ്ടാകും. പിന്നെ രാത്രിയിലൊക്കെ നമ്മൾ വിയർത്തേക്കാം. പിന്നീടാണ് ക്രോണിക് സ്റ്റേജ്. ആ സമയത്ത് നമുക്ക് വലിയ രീതിയിൽ ചുമ കാണും, ശ്വാസം എടുക്കാനൊക്കെ പ്രശ്നങ്ങൾ കാണും, പെട്ടെന്ന് നമ്മുടെ ഭാരം കുറയും, പിന്നെ തൂറ്റുണ്ടാകും, പിന്നെ ദേഹം മൊത്തം റാഷൊക്കെ കാണിക്കും. എയ്ഡ്സ് എന്നാൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. HIV അവസാനത്തെ സ്റ്റേജാണ് എയ്ഡ്സ്. ആ സമയത്ത് നമുക്ക് നിർത്താതെ പനി വരും, ചുമ വരും, തലവേദന ആയിരിക്കും, മെമ്മറി പ്രോബ്ലംസ് ആയിരിക്കും. പിന്നെ നമുക്ക് ഒരുപാട് രോഗങ്ങൾ പിടിക്കുകയും ചെയ്യും. മറ്റ് പല രോഗങ്ങളും നമ്മളെ പിടിക്കുകയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക.